ഇന്ന് ജേഡുവിൻ്റെ ഫേസ് കണ്ടോ? എന്താ ഹാപ്പിനെസ് അല്ലേ, ഭയങ്കര ഹാപ്പി അല്ലേ? ഇപ്പം ചെറുതായിട്ടൊന്ന് ഹാപ്പിനെസ് മാറിയേ, ഞാൻ വഴക്ക് പറഞ്ഞതിൻ്റെയാ. പക്ഷേ പുള്ളീനെ ആരെങ്കിലും ഏതെങ്കിലും വീഡിയോയിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, എന്നും ബാക്ക് സീറ്റിലല്ലേ. പക്ഷെ ഇന്ന് പുള്ളി വണ്ടിയുടെ ഫ്രണ്ടിലുണ്ട്, ഭയങ്കര ഹാപ്പിയാണ്. ഞാനും ജേഡുവും എവിടെ പോവാന്ന് ചോദിച്ചാൽ ഇന്നാണ് ജേഡുക്കൂട്ടൻ കാത്തിരുന്ന ആ ദിവസം. എന്ന് വെച്ചാൽ ജേഡുവിൻ്റെ ഫ്രണ്ട് സ്ലീപ്പ് ഓവറിന് നമ്മുടെ വീട്ടിൽ വരുന്ന ദിവസം കേട്ടോ. പുള്ളി ഭയങ്കര എക്സൈറ്റഡാ. കുറേ ദിവസമായിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു സ്ലീപ്പ് ഓവറിന് അവൻ്റെ ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫൈനലി ശരിക്കും പറഞ്ഞാൽ സ്ലീപ്പ് ഓവറിൻ്റെ ഡേ ആയ അന്ന് ശരിക്കും കുഞ്ഞ് സിക്കായി ചെറുതായിട്ട്. അന്ന് ജേഡു ഭയങ്കര സാഡായിരുന്നു. പിന്നെ ഞാൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മേനെ വിളിച്ച് കൺവിൻസ് ചെയ്ത് കുഴപ്പമില്ല ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന കേട്ടോ. കാരണം നമ്മൾ പിള്ളേർക്കൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞിട്ടേ ഭയങ്കര സങ്കടം വന്നേ അവർക്ക്. ജേഡുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണേ. ഞങ്ങളങ്ങനെ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്നു. ദേ ഇതാണ് നമ്മുടെ ജേഡുക്കുട്ടൻ്റെ ഫ്രണ്ട്, ആദി എന്ന് വിളിക്കുന്ന ആദിത്യ. ജേഡുവിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ. ഹലോ ആദിക്കുട്ടനെ, മോർണിംഗ് തൊട്ട് വെയിറ്റിംഗ് ആണോ? അച്ചടാ സോറി കേട്ടോ. കണ്ടില്ലേ പിള്ളേർ രണ്ടും എന്ത് ഹാപ്പിയാന്ന്. ആദു താമസിക്കുന്നത് നമ്മുടെ അബുദാബി മോളിനടുത്താണേ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ ദൂരമുണ്ട്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്കൂളിലല്ല, ഒരു ക്ലാസ്സിലല്ല, ഒന്നുമല്ല. പക്ഷേ ഇവരാദ്യം ജംസിൽ ഒന്നിച്ച് 1-2 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആദു അവിടെ നിന്ന് സ്കൂൾ മാറി. അപ്പോൾ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ഫ്ലാറ്റിനടുത്തായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്. അന്ന് തുടങ്ങിയ കുഞ്ഞു ക്ലാസ്സിൽ KG1 തുടങ്ങിയ ആ ഫ്രണ്ട്ഷിപ്പാണ് അവരിപ്പോഴും കീപ്പ് ചെയ്യുന്നത്. ജേഡനോട് ഇപ്പോഴും ജേഡൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്ന് ചോദിച്ചാൽ ജേഡൻ പറയും ആദുവാന്ന്. അങ്ങനെ ഞാനും ജേഡും കൂടെ പോയി നമ്മുടെ ആദ്യക്കൂട്ടനെയും കൂട്ടിക്കൊണ്ട് നമ്മളുടെ വീട്ടിലോട്ട് പോവുകയാണേ. ഞാൻ വിചാരിച്ചു പോകുന്ന വഴിക്കൊക്കെ ഒരു വീഡിയോ ആയിട്ട്, ഒരു ലോങ് വീഡിയോ ആയിട്ട് നിങ്ങളെ തന്നെ വെറുപ്പിച്ചങ്ങ് കൊന്നേക്കാമെന്ന്. അത് മാത്രമല്ല എൻ്റെ വീഡിയോസിൽ അല്ലെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കൂടിയ ആൾക്കാരും ഇവിടുന്ന് ഒന്നെങ്കിൽ നേരത്തെ അബുദാബി താമസിച്ചിട്ടുള്ളവർ, അല്ലെ അബുദാബിയിൽ നിന്ന് എന്താ പറയുന്നത് റിട്ടയർഡായിട്ട് നാട്ടിൽ പോയി സെറ്റിൽഡ് ആയിട്ടുള്ളവർ, അല്ലെ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയവരൊക്കെയാണ്. അപ്പോൾ അവർക്ക് അബുദാബി കാണണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഓർത്തു ഇച്ചിരി ലോങ് ആയിട്ട് അബുദാബി കാണിച്ചേക്കാന്ന്. അങ്ങനെ നമ്മുടെ അബുദാബി മോളിൽ നിന്ന് അൽവാദ മോളിലോട്ടുള്ള യാത്ര. അൽവാദ മോളിലോട്ട് പോകുന്നൊന്നുമില്ല കേട്ടോ, പക്ഷെ നമ്മുടെ വീട് അൽവാദ മോളിൻ്റെ അടുത്തായതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളേ. അത് മാത്രമല്ല നമുക്ക് ഷോപ്പിംഗ് മോൾ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് മോൾ ടു മോൾ പറഞ്ഞതേ ഉള്ളൂ. അതല്ലാതെ സ്ഥലം വെച്ച് പറയണമെങ്കിൽ നമ്മുടെ സലാം സ്ട്രീറ്റ് എന്നാന്ന് തോന്നുന്നു അല്ലേ അബുദാബി മോളിലിരിക്കുന്നത്, കറക്റ്റ് എനിക്കറിയത്തില്ല. എനിവേ സലാം സ്ട്രീറ്റിൽ നിന്ന് നമ്മുടെ എന്താണ് പറയുന്നത് എയർപോർട്ട് റോഡ് വരെയുള്ളൊരു യാത്ര വേണമെങ്കിൽ ചെറുതായിട്ട് കാണിച്ചേക്കാം. വേണം ഇതിനെ ഒരു മിനി സഞ്ചാരം ലൈറ്റ് എന്നോ ഒക്കെ വേണേൽ വിളിക്കാം കേട്ടോ. ആ ഒരു രീതി വേണേലും പറയാം. നിങ്ങൾ എന്ത് വേണേലും വിളിച്ചോ, എൻ്റെ പിതാജിക്കും മാതാജിക്കും ഒഴിച്ച്. അങ്ങനെ ഇതിപ്പോൾ എവിടെ ആയ സ്ഥലം എനിക്ക് തന്നെ അറിയത്തില്ല. ഇത് എവിടെയോ ആയി കേട്ടോ. എനിക്ക് തോന്നുന്നു മെഡിയോർ ഹോസ്പിറ്റൽ ആ റൂട്ട്, ആ ജംഗ്ഷൻ എവിടെയാണെന്ന് തോന്നുന്നു. ഞാനിത് പറഞ്ഞപ്പോഴാണ് ഓർത്തെ, എന്നെ പോലെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? നിങ്ങളുടെ വീട്ടിലെ പിള്ളേർ എന്താ പറയുന്നത് സ്ലീപ്പ് ഓവറിന് വരുന്നതോ അല്ലെ സ്ലീപ്പ് ഓവറിന് നിങ്ങൾ വിടാറൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ എല്ലാവരും പിള്ളേർ നോർമലി ചെയ്യുന്നൊരു സംഭവം തോന്നുന്നല്ലേ. ഞാൻ ഈയിടെ സ്ലീപ്പ് ഓവറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആരണ്ടല്ല എൻ്റെ ഒരു ഫ്രണ്ട് നീതുവാ കമൻറ്റ് ചെയ്തത്, നമ്മുടെ ഒന്നും ചൈൽഡ്ഹുഡിൽ സ്ലീപ്പ് ഓവർ ഇല്ലായിരുന്നു, പ്ലേ ഓവറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു പ്ലേ ഓവർ ആയതിന് നല്ല അടിയും കിട്ടിയിട്ടുണ്ട് നമുക്കല്ലേ, അടി ഓവറായിട്ടും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിള്ളേരെയും കൊണ്ട് വീട്ടിൽ വന്നു. പിന്നെ പിള്ളേർക്ക് അവിടെ കളിക്കാനായിട്ട് സാധനങ്ങളും സാമഗ്രികളും ഒക്കെ ഓണാക്കി എല്ലാം സെറ്റായിട്ട് ഞാൻ ഈ ഒരുങ്ങി പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ എനിക്ക് ഹോസ്പിറ്റലൊരു പരിപാടി ഉണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞ ഒരു ഫെയർവെൽ പാർട്ടി. അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പിള്ളേരോട് പറഞ്ഞു ഞാനിപ്പോൾ ഒന്ന് പോയി തല കാണിച്ചിട്ട് പെട്ടെന്ന് വരാമെന്ന്. പിള്ളേർ തന്നെ ഉള്ളൂ, അതുകൊണ്ട് പിള്ളേരെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പാർക്കിംഗ് ഇല്ല, ഈ നട്ടുച്ച സമയത്ത് ചെന്നാൽ എവിടെ കിട്ടാനാ. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തു വെച്ചാൽ പതിവ് പോലെ കാണിക്കുന്ന കള്ളത്തരം നമ്മുടെ പാർക്കിങ്ങിലോട്ട് ആ സാധനം എടുത്തങ്ങ് മാറ്റി. അപ്പോൾ ഞാനൊരു പേഷ്യൻ്റ് ആണോന്നോ ബൈസ്റ്റാൻഡറോ വിസിറ്ററോ ഒക്കെ ആണെന്ന് വിചാരിച്ച് എനിക്ക് ഒരു പാർക്കിംഗ് ഒക്കെ തന്നു. അങ്ങനെ അവിടുന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിൽ വന്നു. ഉച്ച സമയമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ലഞ്ചായിരുന്നു ഞങ്ങളുടെ ഫെയർവെല്ലേ. പിന്നെ വീട്ടിൽ വന്നിട്ട് പിള്ളേർക്ക് ഞാൻ പെട്ടെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഫുഡ് ഞാൻ വാങ്ങിച്ചു. പിള്ളേരോട് ചോദിച്ചപ്പോൾ പിള്ളേർക്ക്
ഇഷ്ടമുള്ള ഫുഡ് പറഞ്ഞു, ആ ഫുഡ് തന്നെ വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിള്ളേർ പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കളിച്ചു. ഞാനും പിള്ളേരോടത്തിൽ കൂടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും പിള്ളേരും എല്ലാവരും കൂടെ അടുത്ത ട്രിപ്പ് ഇറങ്ങി. ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ മൊത്തം തെണ്ടല, രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. ഇനി നമ്മുടെ അടുത്ത ട്രിപ്പ് എങ്ങോട്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ജസ്റ്റിയെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. കാരണം വണ്ടി എൻ്റെ കയ്യിലായിരുന്നു. ജസ്റ്റിയെ പോയി പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ജസ്റ്റിനെ പോയി പിക്ക് ചെയ്യണം. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ദുബായ്ക്ക് പോകുന്ന റൂട്ടാണ്. ആ റൂട്ടിലാണ്. എവിടെയാണെന്ന് വെച്ചാൽ കറക്റ്റ് സ്ഥലം പറഞ്ഞാൽ നമ്മുടെ ഖലീഫ പാർക്ക്, അവിടെയാണ് ജസ്റ്റിയുടെ ഓഫീസ്. നമ്മുടെ റൊട്ടാന ഹോട്ടലിൻ്റെ ഒക്കെ അടുത്ത് ഖലീഫ പാർക്കിലുള്ള. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാം കേട്ടോ. ശരിക്കും വണ്ടി വിചാരിക്കുന്നതാണ്, എൻ്റെ പെണ്ണും പിള്ളേ നിനക്ക് ഇന്ന് റെസ്റ്റ് ഒന്നും ഇല്ലെന്ന്. രാവിലെ തൊട്ട് തെണ്ടിത്തിരിയിൽ തന്നെ. പക്ഷെ നമുക്ക് ഓരോ പരിപാടികൾ വന്ന് എന്നെ ചെയ്യാൻ പറ്റും അല്ലേ. അങ്ങനെ നമ്മൾ ജസ്റ്റിയുടെ ഓഫീസ് ലക്ഷ്യം വെച്ച് പോകുന്നു. ഈ ഈ റോഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ ദുബായ്ക്ക് പോകുന്ന റൂട്ട്. ഈ റോഡ് നേരെ പോയാൽ നമ്മൾ ദുബായ് സിറ്റിയിൽ ചെല്ലുന്നതായിരിക്കും. പക്ഷെ നമുക്ക് ദുബായ്ക്കൊന്നും പോകേണ്ടത്. സൈഡിൽ നമ്മുടെ പൈനാപ്പിൾ ബിൽഡിംഗ് ഒക്കെ കാണാം. കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടോ. ഇതാണ് അബുദാബിയിലെ പൈനാപ്പിൾ ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിനൊരു പ്രത്യേകത ഉണ്ട്. ആ പൈനാപ്പിളിന് പോലെ ഇരിക്കുന്ന ആ ചെതുമ്പലോ എന്താ സാധനമില്ല, സുന, അത് തന്നെ നമുക്ക് പേരറിയാൻ മേലാത്ത സാധനത്തിൻ്റെയൊക്കെ പേരാണ് സുന. ആ സാധനം വെയിലിൻ്റെ അനുസരിച്ച് ഓരോ സൈഡിലോട്ടല്ല, അത് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യും കേട്ടോ. ആ പൈനാപ്പിളിന് മുള്ളു പോലെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ആ ബിൽഡിംഗ് രൂപകൽപ്പന ചെയ്തേക്കുന്നത്. ഇങ്ങനെ പോകുന്ന വഴിക്ക് എനിക്കറിയാവുന്ന വല്ല ജനറൽ നോളജ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് അധികം നോളജ് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് സംഭവങ്ങളൊന്നുമില്ല. കുറച്ച് റോഡ് വിശാലമായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. ആകെ ഒരു പ്രത്യേകത എന്താണ്, ഇതിൻ്റെ സൈഡിൽ ഒരു കനാൽ പോലെ വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ്. നമ്മൾ ചില സമയത്തൊക്കെ നടക്കാൻ പോകും കേട്ടോ. വണ്ടിയെ പോകുന്നതുകൊണ്ട് ഞാൻ കനാൽ എടുത്തില്ല. കാരണം കനാൽ എടുത്താൽ നമ്മളും വണ്ടിയും കൂടെ ചിലപ്പോൾ കനാലിൽ കിടക്കും. വെറുതെ എന്തിനാണ് റിസ്കി ഷോട്ടൊക്കെ എടുക്കുന്നത്. അത് തന്നെയല്ല, അബുദാബി പോലീസിന് വെറുതെ ഫൈൻ വാങ്ങിച്ചു കൊടുക്കണ്ട. നമ്മൾ ക്യാമറ ഒക്കെ കൈ പിടിച്ച് ഷൂട്ട് ചെയ്താൽ പണി കിട്ടും. നാട്ടിലെ പോലല്ല, നാട്ടിലും പണി കിട്ടും. നാട്ടിൽ പിന്നെ MVD നോക്കിയിരിക്കും. ഇവിടെ നോക്കിയിരിക്കാൻ NVD ഒന്നുമില്ല. അവന്മാർ മൊത്തം സ്ഥലത്തും ക്യാമറ വെച്ചേക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് ഫൈൻ കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഫാസ്റ്റ് ട്രാക്ക് സ്പീഡിൽ പോയാൽ ഫൈൻ, സ്പീഡ് കുറഞ്ഞ് പോയാൽ ഫൈൻ എന്നൊക്കെ പറഞ്ഞ് 100,000 ഫൈനുണ്ട്. ആദ്യം ഫാസ്റ്റ് ട്രാക്കിൽ പോയിരുന്നത് നമ്മൾ എന്തിനാണ് ഫാസ്റ്റ് ട്രാക്ക് മാറിയെന്ന് ചോദിച്ചാൽ, നമ്മുടെ പുറകിൽ നമ്മളെക്കാളും സ്പീഡിൽ വരുന്നവന്മാർ വന്നാൽ നമ്മൾ മാറിക്കൊടുക്കണം എന്നാണ് ഫാസ്റ്റ് ട്രാക്കിൻ്റെ മാത്രം റൂള്. ബാക്കി ട്രാക്കുകൾക്കൊന്നും അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല. പക്ഷേ ഫാസ്റ്റ് ട്രാക്കിൽ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോൾ ഇവിടെ പറയും എത്രയാണ്, 140 മാക്സിമം സ്പീഡ്. നമ്മൾ കറക്റ്റ് 140 വെച്ച് പിടിപ്പിക്കുന്നതെങ്കിലും നമ്മുടെ പുറകെ വരുന്നവൻ 160 വന്നാലും നിങ്ങൾ മാറിക്കൊടുക്കണം. അവന്മാർക്കുള്ള ഫൈൻ ഞങ്ങൾ കൊടുത്തോളാം. പക്ഷേ ഫാസ്റ്റ് ട്രാക്ക് ഈസ് ഓൺലി ഫോർ ഫാസ്റ്റ് ട്രാക്ക് പീപ്പിൾ. അതുകൊണ്ട് പതുക്കെ നമ്മൾ മാറിക്കൊടുത്തതേ ഉള്ളൂ കേട്ടോ. പക്ഷേ ബാക്കി ട്രാക്കിനൊന്നും അങ്ങനെയൊന്നുമില്ല. നമുക്ക് മിനിമം മാക്സിമം സ്പീഡിലൊക്കെ പോവാം. ട്രാക്ക് മാറിക്കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ ഖലീഫ പാർക്കിൽ വന്നു കേട്ടോ. ഇനിയിപ്പോൾ ജസ്റ്റ് ഇറങ്ങി വരാനുള്ള സമയമുള്ളൂ. ചില സമയത്ത് അങ്ങനെ നമ്മളവിടെ ഓഫീസിൻ്റെ താഴെ ചെന്നാലും നമ്മുടെ ജസ്റ്റിമോൻ വരാൻ കുറേ സമയം എടുക്കും. അപ്പം ഞാൻ എന്ത് ചെയ്തു, അതുവഴി പോകുന്ന വണ്ടിയൊക്കെ എണ്ണിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറേ നേരം വണ്ടിയൊക്കെ എണ്ണി ഫൈനലി നമ്മുടെ ജസ്റ്റിമോൻ ആകെയാ. ആണോ? അല്ല, ഞാൻ ഹിന്ദി വളരെ വീക്കാണ്. ജസ്റ്റി വന്നു, അത്ര മതി, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ടല്ലേ. അങ്ങനെ പിന്നെ ഞങ്ങൾ ജസ്റ്റിയെയും കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് പോയി. ശരിക്കും ഞങ്ങളുടെ പ്ലാൻ എന്നായിരുന്നു എന്ന് വെച്ചാൽ, പിള്ളേരെയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കളിക്കാൻ പോകണം എന്നായിരുന്നു. അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ B ആക്കി കളഞ്ഞു ജസ്റ്റി. പക്ഷേ ജസ്റ്റിമോൻ പറഞ്ഞു ജസ്റ്റിക്ക് വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറി കുറച്ച് ക്യാഷ്വൽ ഡ്രസ്സ് ഇടണമെന്ന്. ഓക്കെ, ആയിക്കോട്ടെ. ശരിക്കും പറഞ്ഞാൽ തലയ്ക്ക് ഭ്രാന്താണ്. നമ്മൾ പിന്നെയും പുറകോട്ട് പോകണം, വീട്ടിലോട്ട് പോകണേൽ. നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് ഡെൽമ മോളിന് പോകണേൽ നേരെ പുറകോട്ടൊന്നും വരണ്ട. നമ്മൾ ജസ്റ്റിയുടെ ഓഫീസിൽ നിന്ന് നേരെ മുന്നോട്ട് വെച്ച് പിടിപ്പിച്ച് മുസഫ പോയാൽ മതി. പക്ഷേ നമ്മൾ നേരെ പിന്നെയും തിരിച്ചു വന്നു. എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റിക്ക് ഡ്രസ്സ് മാറണം, വാഷ്റൂമിൽ പോകണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് നമ്മൾ പോയല്ലേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ പിന്നെയും നമ്മുടെ വീട് ഉന്നം വെച്ച് എയർപോർട്ട് റോഡ് ലക്ഷ്യം വെച്ച് നേരെ വീട്ടിലോട്ട്. ഇത് നമ്മുടെ എയർപോർട്ട് റോഡാകട്ടെ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ളത്. പണ്ട് ഈ റോഡേ പോയാലായിരുന്നു എയർപോർട്ടിൽ പോകുന്നത്. അതുകൊണ്ടായിരുന്നെന്ന് തോന്നുന്നു എയർപോർട്ട് റോഡെന്ന് ഈ റോഡിൻ്റെ പേര്. പക്ഷേ ഇപ്പം ഇതല്ല എയർപോർട്ട്, അല്ല, ഈ റോഡിൻ്റെ പേര് എയർപോർട്ട് റോഡെന്നാണ്. പക്ഷേ എയർപോർട്ടിലോട്ട് പോകുന്നത് ഈ റോഡേ അല്ല. അങ്ങനെ എൻ്റെ കത്തി ഇപ്രാവശ്യം ഇച്ചിരി ഓവറാകുന്നുണ്ടോ എന്നൊരു സംശയമല്ലേ. നിങ്ങൾക്ക് ബോറടിച്ചെങ്കിൽ പറയണം കേട്ടോ. കണ്ടോ, വൈകുന്നേരം ആയതുകൊണ്ട് ചെറിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് അബുദാബിക്കാർക്ക് വലിയ ട്രാഫിക് ബ്ലോക്ക് ഒന്നും അല്ല ഇത്. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേനും ജേഡു പിന്നെ കൊച്ചിന് മാറാൻ ഡ്രസ്സ് ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ് ജേഡുവിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുക കേട്ടോ. പക്ഷെ അവൻ വേറെ അവൻ്റെ ഡ്രസ്സും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ജേഡുവിന് ഭയങ്കര നിർബന്ധം ജേഡുവിൻ്റെ ഡ്രസ്സൊക്കെ ഇടണമെന്ന്. എന്നാലും അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി നേരെ വെച്ച് പിടിപ്പിച്ചു നമ്മുടെ ഡെൽമ മോള്, മുസഫയിലുള്ള ഡെൽമ മോളിലോട്ടാണ് പോയത്. അവിടെ ചെന്ന് നേരെ കയറുന്നത് എവിടെയാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായില്ലേ,
ഫൺ സിറ്റി, പിള്ളേരെല്ലാം കളിക്കുന്ന സ്ഥലം. അങ്ങനെ ഫൺ സിറ്റി ചെന്നു. 300 ദിറംസിന് കാർഡ് റീചാർജ് ചെയ്തു. കാർഡ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുമായിരുന്നു നമ്മുടെ നാട്ടിലാണെങ്കിൽ പിള്ളേർക്ക് കളിക്കാൻ പറമ്പും പാടവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പറമ്പിലും പാടത്തും ഒന്നും കളിക്കുന്ന പിള്ളേരൊന്നും ഉണ്ടാവത്തില്ല അല്ലേ. എന്നാലും ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ പറമ്പും പാടവും ഗ്രൗണ്ടും ഒന്നും ഇല്ലാത്തത് കൊണ്ട് പിള്ളേരെല്ലാം കളിക്കാൻ കാശ് കൊടുത്ത് ഫൺ സിറ്റിയിൽ പോകും. അങ്ങനെ നമ്മുടെ സന്തതിയും പോകും ഫൺ സിറ്റിയിൽ. അവിടെ ഒത്തിരി ഫൺ ആക്ടിവിറ്റീസ് ഉണ്ട്. ചില ദിവസങ്ങളിൽ എനിക്ക് വന്നേ ട്യൂസ്ഡേ തേഴ്സ്ഡേ ഒക്കെ മിക്ക റൈഡിനും 1 ദിറംസേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കളിപ്പില്ല മിക്ക 1 ദിറംസിൻ്റെ റൈഡെല്ലാം കുഞ്ഞു പിള്ളേരുടെയാണ്. ഇവന്മാരിച്ചൂടെ മുഴുത്തത് കൊണ്ട് അമ്മാതിരി റൈഡിനോടൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ അവന്മാരെ അവിടെ എല്ലാം കുറേ കളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്തത് പോയത് ബാറ്റിൽ പാർക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഏരിയ ഇതും ഇതുപോലെ തന്നെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് കളിക്കുന്ന, ഇത് വെടിവെച്ച് കളിക്കുന്ന ഏരിയ എന്നേ ഉള്ളൂ. അവിടെ ഞാൻ നോക്കിയപ്പോൾ കണ്ടു ഒത്തിരി കൺട്രിയുടെ ഫ്ലാഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആർമീസിൻ്റെ ഒക്കെ അതിനകത്ത്. പക്ഷേ എന്നെ ഹഠാത് ആകർഷിച്ചത് നമ്മുടെ കൺട്രിയുടെ ഫ്ലാഗ്, ഇന്ത്യയുടെ പ്രൗഡ് ടു ബി ഇന്ത്യൻ എന്ന് പറഞ്ഞ പോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ചെന്ന് പേയ്മെൻ്റൊക്കെ അടച്ചു. ഇനി അവിടെ പിള്ളേർക്ക് ഗണ്ണൊക്കെ കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങനെ ഈ ഒരു കളിനെ വലുതായിട്ട് പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷേ ഇവിടെ ആദ്യമായിട്ടാണ് കയറുന്നത്. പക്ഷേ ഇത് ഒറിജിനൽ ഗണ്ണ് പോലെ തന്നെ ഉള്ള ടൈപ്പ് സാധനം ഇതിൻ്റെ മെക്കാനിസങ്ങളും ഇതിൻ്റെ കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. അതിൻ്റെ ട്രെയിനർ അവർക്കതെല്ലാം പഠിപ്പിച്ചൊക്കെ കൊടുത്തു എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊക്കെ. ഇതിന് പാസ്കോഡും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. വെറുതെ വെടിവെക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ പിള്ളേർ രണ്ടും ബാറ്റിൽ പാർക്കിൽ ഗണ്ണൊക്കെ വെച്ച് എല്ലാം സെറ്റായി അതിൻ്റെ ബെൽറ്റൊക്കെ ഇട്ട് അതിൻ്റെ സെക്യൂരിറ്റി കോഡൊക്കെ ഓപ്പൺ ആക്കി അതിൻ്റെ ട്രെയിനറൂടത്തിൽ പോയി ശരിക്കും ഞാനും ജസ്റ്റിയും കൂടെ അവരെ അതിനകത്ത് വിട്ടിട്ട് കുറേ നേരം കളി നോക്കിയിരുന്നു. പിന്നെ നമ്മുടെ ആവശ്യമില്ല, കാരണം ഇത് കുറേ സമയമുണ്ട് പല പല സെക്ഷനായിട്ട്. അപ്പോൾ ഞാനും ജസ്റ്റിയും കൂടെ ചുമ്മാ ഒന്ന് കറങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇവന്മാരെ ഫൺ സിറ്റി വിട്ടിട്ട് നമുക്ക് ഞങ്ങൾക്ക് കളിക്കാൻ പോകുന്നു, ഞങ്ങൾക്ക് ഷോപ്പിങ്ങിന് പോകുന്നായിരുന്നു. പക്ഷേ അവന്മാർ 300 ദിറംസ് വെള്ളത്തിൽ വരച്ച വര പോലെ പെട്ടെന്ന് തന്നെ തീർത്തു. എല്ലാ റൈഡും കാശ് കൂടിയ റൈഡിലെല്ലാം അവന്മാർ കയറി. ക്യൂ നിൽക്കേണ്ടതിലൊന്നും കയറിയില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അവന്മാരെയും കൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നു പക്ഷേ ഈ തോക്കൊക്കെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നതിന് വെയിറ്റ് ഒന്നും ഇല്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ഗണ്ണ് പോലെ തന്നെ ഇരുന്നു നല്ല വെയിറ്റും ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് പിള്ളേർക്ക് ബെൽറ്റ് ഇട്ട് കൊടുത്തേക്കുന്നത്. ശരിക്കും ഞാനൊന്ന് പിടിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ നല്ല വെയിറ്റ്. എനിക്ക് തന്നെ അത് പൊക്കാൻ നല്ല പാടായിരുന്നു. പിന്നെ പിള്ളേർക്ക് ഇമാതിരി ആയുധം വെച്ചുള്ള കളിയൊക്കെ വലിയ താല്പര്യമായതുകൊണ്ട് പിള്ളേർ കളിച്ചോളുമല്ലോ. ഞാനും ജസ്റ്റ് ഇവിടെ നോക്കി നിന്നു. നമ്മുടെ പിള്ളേർ മാത്രമല്ല, വേറെ കുറച്ച് ലോക്കൽസ് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ആദ്യത്തെ സെഷനിലെ കളിയെല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവരുടെ ട്രെയിനറുടെ അടുത്ത വെടിവെപ്പ് കളിയിലേക്ക് വന്നു ജസ്റ്റിയുടെ നിപ്പ് കണ്ടിട്ട് ജസ്റ്റിക്കും പിള്ളേരുടെ വെടിവെച്ച് കളിക്കണമെന്നൊക്കെ എനിക്ക് തോന്നി എങ്ങും വെടിയുച്ചകൾ മാത്രം. എന്താ അല്ലേ. അങ്ങനെ പിള്ളേർ കുറേ നേരം ശരിക്കും പറഞ്ഞാൽ ജേഡുവിന് നല്ല മടിയുണ്ട്. ഞാൻ പറഞ്ഞില്ല ആ തോക്കിന് ഇച്ചിരി വെയിറ്റും ഉണ്ട്. ജേഡുവിന് ഇമാതിരി കായികമായ പരിപാടികൾ വലിയ താല്പര്യമില്ല. പക്ഷെ ആദ്യക്കൂട്ടം നന്നായിട്ട് ഇന്ന് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൽ എന്ത് കണ്ടിട്ടാണ് ജസ്റ്റ് ചിരിക്കുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. കാരണം അതിനകത്ത് ചിരിക്കാനൊന്നും ഞാൻ കണ്ടില്ല. ജസ്റ്റിക്ക് വല്ലതും മനസ്സിലായെന്ന് അറിയത്തില്ല. അങ്ങനെ ഗെയിമും അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് സെഷൻ മിറർ ഫോട്ടോ ബൂത്ത് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ചെന്നാൽ എയുടെ പിക്ചർ വരും. കറക്റ്റ് നമ്മുടെ പിക്ചർ അവിടെ എടുക്കും അവരത് എടുത്തുകൊണ്ടിരുന്നപ്പം എനിക്കും ഒരു ആഗ്രഹം, ചെറുതായിട്ടൊന്ന് വെടിവെച്ചാലോ എന്ന്. അങ്ങനെ വെടിവെക്കാനും ഞാനും പോയി ശരിക്കും എന്തോ എനിക്ക് ഒരു ക്യൂരിയോസിറ്റി. തോക്കെടുത്തിട്ട് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ കണ്ട ഒറിജിനൽ ഗണ്ണ് പോലെ തന്നെ ഇരിക്കും. ഒറിജിനൽ ഗണ്ണ് പോലെ തന്നെ ഇരിക്കുന്നല്ലോ, ഒറിജിനൽ ഗണ്ണ് പോലെ. അതിന് എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ ഞാനും കുറച്ചു നേരം ഗണ്ണൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ അവിടെ പിള്ളേർ ഞാൻ പറഞ്ഞില്ലേ അവിടെ കുറച്ച് ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കളിച്ച് കഴിയുമ്പം ഇത് കണ്ടോ, ആ മിററിൽ കാണുന്ന പോലെ ഇത് ജേഡുവിൻ്റെ പിക്ചറാണ് വന്നത്. വെച്ചിട്ട് ആ പ്രൊഫൈലിൽ കുറേ പിക്ചേഴ്സ് ഉണ്ട്. അതിൽ ആരുടെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അത് വെച്ച് നമ്മുടെ ഫേസ് നല്ല ഒറിജിനൽ പിക്ചറിനെ വെല്ലുന്ന രീതിയിലുള്ള പിക്ചർ കിട്ടും. അങ്ങനെ ആദവും ജേഡുവും കൂടെ അവർക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറിൻ്റെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അത് രണ്ടും ഏതാണെന്ന് ദൈവം തമ്പരാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ബാറ്റിൽ പാർക്കിൽ നിന്ന് ഞങ്ങളുടെ പിള്ളേരുടെ കളിയെല്ലാം കഴിഞ്ഞിറങ്ങി. അവർ കളിച്ചതിൻ്റെ സ്കോറും പിന്നെ വെടിവെച്ചിട്ടതിൻ്റെ സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടി അങ്ങനെ പിള്ളേരും ഹാപ്പി, നമ്മളും ഹാപ്പി. ഞാൻ പറഞ്ഞില്ലേ പിള്ളേരെ അല്ലേ പിന്നെ എന്നെ ചെയ്യാനായിട്ടല്ലേ. ഇതല്ലേ ജഡുവിൻ്റെ പിക്ചർ കണ്ടോ, ഇത് ആദുവിൻ്റെ പിക്ചറാണ്. ആ വെച്ച് ടെക്നോളജി വെച്ചെടുത്ത് കണ്ടാൽ നല്ല ഒറിജിനലെ വെല്ലുന്ന വ്യാജം എന്ന് പറഞ്ഞാലേ. പിന്നെ അവരെയും കൊണ്ട് പിന്നെ ഫൺ സിറ്റി പോയി. നമ്മൾ മുമ്പേ ചെന്നപ്പം അവർ കാർഡിനകത്ത് കുറച്ചുകൂടെ കാശ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ റൈഡിലൊക്കെ കയറാൻ ഭയങ്കര ക്യൂ ആയിരുന്നു. നമ്മൾ ഈ സമയത്ത് ചെന്നപ്പോൾ ക്യൂ ഒക്കെ ചെറുതായിട്ട് കുറഞ്ഞു. അവന്മാർ നല്ല മടിയന്മാരായതുകൊണ്ട് ക്യൂ നിൽക്കാതെ എങ്ങനെ ഇതിൽ കയറാമെന്നുള്ള ഗവേഷണത്തിലായിരുന്നു. പിന്നെ ഇതിലെല്ലാം
എല്ലാം ഒന്നുകൂടെ പിള്ളേരെ എല്ലാം കയറ്റി. ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കാശ് കൊടുത്ത് തല കറങ്ങുന്ന സാധനത്തെ കയറാൻ എന്തോ ഒരു സോക്കേടാ അല്ലേ. നോക്കി എല്ലാ സാധനത്തെ കയറിയാലും എനിക്ക് തല കറങ്ങും. വെറുതെ എന്തിനാ അല്ലേ നമ്മൾ കാശ് കൊടുത്ത് പേടിക്കുന്നേ. എനിക്ക് ഇതിലെല്ലാം കയറാൻ പേടിയാന്നേ. അങ്ങനെ പിള്ളേർ കാശുമൊക്കെ കൊടുത്ത് പേടിക്കാതിരുന്ന് കളിക്കുന്നുണ്ട്. അതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല കാപ്പിയൊക്കെ കുടിക്കാഞ്ഞിട്ടാന്ന് തോന്നുന്നു നല്ല ക്ഷീണമൊക്കെ ഉറക്കമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡും കഴിച്ച് നേരെ വീട്ടിൽ വന്ന് പിള്ളേർ നേരെ മൂവി ടൈമിലോട്ടും കയറി. അപ്പം ശരി, എന്നാൽ പോയിട്ട് വരാം.